ഇന്ന് എല്ലാവർക്കും അറിയണ്ടല്ലോ കർക്കിടക വാവാണ്. ഇന്നലെ ഒരിക്കലെടുത്തിട്ട് ഇന്ന് വാവ് ബലിയിടുന്ന ദിവസമാണ്. അപ്പോൾ ശ്രീ ബലരാമ ക്ഷേത്രം മിനി ബലരാമ ക്ഷേത്രത്തിൽ പോയിട്ട് ബലിയിട്ടിട്ട് വന്നു. അവിടെ വന്ന് ബലിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോമം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഹോമത്തിൻ്റെ പ്രസാദമാണ്. അവലും തേങ്ങാക്കൊത്തും ആപ്പിൾ കിട്ടുന്നുണ്ടോ, ആപ്പിളും ശർക്കരയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ണിയപ്പം തന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം ഗുരുവായൂരിൽ ചെയ്ത മാതിരി ഉണ്ണിയപ്പം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അട ഉണ്ട് കേട്ടോ. അട വളരെ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് അമ്പലത്തിൽ അട ഒത്തിരി ഇഷ്ടമാണ്. കാലത്ത് തന്നെ ഗുരുവായൂരപ്പൻ ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് അട തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ബലരാമ ക്ഷേത്രത്തിലെ അടയും ഉണ്ണിയപ്പമൊക്കെ കഴിക്കാം. എല്ലാവർക്കും 100 രൂപയാണ് കേട്ടോ സ്വീറ്റാക്കാൻ. തിലകഹോമം 100 രൂപ. പിന്നെ ഹോമത്തിന് ഇത് നമ്മളിത് ചെയ്യലോ, എന്താ പറയുക, ബലി കർമ്മം അത് ചെയ്യാൻ ബലിക്ക് വേണ്ടിയിട്ട് അതിന് 100 രൂപ. പിന്നെ ഇതും എന്താണ് ഹോമത്തിന് 100 രൂപ. എന്തൊരു നല്ല അടിയെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? ഈ അട കണ്ട ആരാ കഴിക്കാതിരിക്കുക? അത്ര ടേസ്റ്റുള്ള അടിയാണ് കേട്ടോ. ഇത് ഇന്നലെ രാത്രി തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ ചെയ്താലും ഇതുമാതിരി വരില്ല കേട്ടോ. ഇന്നലെ രാത്രി തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. പുഴുങ്ങി വെച്ചിട്ട് ഇന്ന് കാലത്ത് എത്ര പേരുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു 500 പേരോളം ഉണ്ട്. ശരിക്കും ഒരു 1000 പേരോളം വന്നിട്ടുണ്ട് തോന്നുന്നു അവിടെ ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ഇന്ന് ബലിയിടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ. ഓരോരുത്തർ അച്ഛനായിട്ടും അമ്മയ്ക്കായിട്ടും മക്കൾക്കായിട്ടും ഓരോരുത്തരും ഓരോ വിഷമമുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ബലിയിടാതിരിക്കാൻ പറ്റില്ലല്ലോ. മരിച്ചു പോയവർക്ക് ബലി ഇട്ട് കഴിഞ്ഞാലാണ് ഇക്കൊല്ലം മുഴുവൻ അവർക്ക് ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബലിക്കർമ്മമാണ് കർക്കിടക വാവ് ദിവസം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 12-ാം തീയതിയാണ് കർക്കിടക വാവ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള അടയാണ്. നമുക്ക് കർക്കിടക വാവിൻ്റെ അടയൊന്ന് കഴിച്ച് നോക്കാം. ഈ അട കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വളരെ ടേസ്റ്റായിരിക്കുന്നു. ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. ഓ ദൈവമേ, വളരെ ടേസ്റ്റുള്ള അട. അനുഗ്രഹം തന്നെ. ഇത്രയും നല്ല അട കഴിക്കാൻ പറ്റുന്നു നമുക്ക്. അത്ര ടേസ്റ്റുള്ള അടയാണിത്. ബലരാമ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ കേട്ടോ അടയ്ക്ക്. ഗുരുവായൂർ അടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ബലരാമ ക്ഷേത്രത്തിൽ പ്രത്യേക ടേസ്റ്റുള്ള അട. അങ്ങനെ അടയും. ഇനി ഉണ്ണിയപ്പം ഒന്ന് കഴിച്ച് നോക്കാം. ഉണ്ണിയപ്പം കേട്ടോ. നെയ്യിലാണ് ഉണ്ണിയപ്പം ചെയ്യുന്നത് അവിടെ. അവർ നെയ്യ്, വെറും വെളിച്ചെണ്ണ എണ്ണ ഒന്നുമില്ല, നെയ്യിലാണ് ഉണ്ണിയപ്പം ചെയ്യുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിൽ നെയ്യിലാണ് ഉണ്ണിയപ്പം ചെയ്യുക. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണ ജയന്തി വരാൻ പോകുന്നല്ലോ. സെപ്റ്റംബർ 4-ാം തീയതി കൃഷ്ണ ജയന്തിയാണ്. അതിന് മുന്നിൽ ആഗസ്റ്റ് 30-ാം തീയതി ഗോപിക നൃത്തം പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. കൃഷ്ണലയനം വളരെ നന്നായിട്ടുണ്ടാവും. എല്ലാവരും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക. അതിൽ കാണാൻ വരാൻ പറ്റുന്നവർ കാണാൻ വരിക. വളരെ വലിയൊരു പ്രോഗ്രാമാണ്. മാതൃവേദി ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണത് ഗുരുവായൂർ. അതിനെല്ലാവരും പങ്കെടുക്കുക. ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുമാതിരി എല്ലാവർക്കും വരാം. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാണാനെങ്കിലും എല്ലാവരും വരിക. പിന്നെ ഇനി ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരിൽ ഇപ്പോൾ ഉണ്ണിയപ്പം ഉണ്ട്. കൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനമാണ് ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവരും കൃഷ്ണ ജയന്തി വരുമ്പോൾ ഉണ്ണിയപ്പം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യും. ഒരാൾക്ക് 10 ഉണ്ണിയപ്പം വരെ കിട്ടും. 10 ഉണ്ണിയപ്പം ബുക്ക് ചെയ്യുമ്പോൾ 20 ഉണ്ണിയപ്പം ഉണ്ടാവും അതിൽ. ഒരു ഉണ്ണിയപ്പത്തിന് 35 രൂപയാണ് റേറ്റ്. ആ 35 രൂപയ്ക്ക് ഒരു ഉണ്ണിയപ്പം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ 2 ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. അങ്ങനെ ഒരാൾക്ക് 10 എണ്ണം വരെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ലൈനിൽ നിന്ന് 10 എണ്ണം വരെ മേടിക്കുക. 20 എണ്ണം ബുക്ക് ചെയ്തും മേടിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് വേറെ എവിടെ പോയാലും ഒരു ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ചാലും ഉണ്ടാവില്ല. വെറും നെയ്യിൽ അരി അരച്ച് അവിടെ തന്നെ കുത്തി ശർക്കരയും അരിയും കൂടി ഉരുക്കി അവിടെ മേൽശാന്തി തന്നെ ഉള്ളിൽ ഗുരുവായൂർ കണ്ണൻ്റെ അടുത്തിരുന്ന് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ്. അതാണ് അത്രയും വിശേഷപ്പെട്ടൊരു ഉണ്ണിയപ്പം. അതെല്ലാവരും ബുക്ക് ചെയ്യാം. അത് ബുക്ക് ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായി നമുക്ക് മേടിച്ച് കഴിക്കാം. ഞാൻ 8 എണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തിക്ക്, തൊട്ട് വീട്ടിലെ നമ്പീശ സാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന്, പിന്നെ എൻ്റെ ചേച്ചിക്ക്, അങ്ങനെ എല്ലാവർക്കും 8 എണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ രമണീച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ രമണീച്ചിക്ക് വേണമെന്ന് പറഞ്ഞ് രമണീച്ചിക്ക് നാളെ ബുക്ക് ചെയ്യണം. നമുക്കിതിൽ കൽക്കണ്ടമൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ടേസ്റ്റുള്ള സാധനമാണിത്. എല്ലാവരും വീട്ടിൽ ഹോമൊക്കെ മേടിച്ച് കഴിക്കുക. ഹോമൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിന് എപ്പോഴുമേ എന്തൊരു നല്ല കാര്യത്തിന് ഹോമം ചെയ്തിട്ടാണ് നമ്മൾ തുടക്കം ഇടുക. ഗണപതി ഹോമം അത്രയും പ്രധാനമാണ്. അതുമാതിരി ഇപ്പോൾ നമ്മളിന്ന് ബലിയിട്ട് വന്നു. അപ്പോൾ അവിടെ വാവാണല്ലോ ഇന്ന്. അപ്പോൾ ആ ബലിയിട്ട് പൂർത്തിയാവണമെങ്കിൽ ഒരു ഹോമം കൂടി കഴിക്കണം എന്നാണ് പറയുന്നത്. ഹോമം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക്
നമുക്ക് വളരെ നല്ലതാണ്. ഹോമം ഗണപതിക്കുള്ളതാണല്ലോ. അപ്പോൾ എന്ത് കാര്യത്തിന് നമ്മൾ നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴും ഹോമം ചെയ്തിട്ടാണ് തുടക്കം അല്ലേ. അങ്ങനെയാണ്. എല്ലാവരോടും നമസ്കാരം. ഹരേ കൃഷ്ണ. ബലരാമ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോവുക, അല്ലാത്തവർ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. പെരുന്തട്ട് ക്ഷേത്രം ഉണ്ടെന്ന്, വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, എനിക്കധികം സ്ഥലങ്ങൾ അറിയില്ല. അപ്പോൾ ഞാൻ പോയത് ബലരാമ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോയതാണ്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായി കുളത്തിൽ നല്ല വെള്ളമായിരുന്നു. നന്നായി കുളിച്ചു. 2 പ്രാവശ്യം കുളിച്ചു. ഒരു പ്രാവശ്യം പോയതും കുളിച്ചു, പിന്നെ തിരിച്ചും ബലിയിട്ട് കഴിഞ്ഞിട്ട് കുളിച്ചു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമുക്ക് എന്തായാലും കുളത്തിൽ എത്രയോ പേര് കുളിച്ച വെള്ളമാണല്ലോ. അതെന്തോ എനിക്കൊരുമാതിരി വന്ന് ചൂടുവെള്ളം വെച്ച് കുളിച്ചു കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ കഴിക്കാൻ നോക്കിയപ്പോൾ വിചാരിച്ചു ആദ്യം അവിടെ ഉപ്മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്മാവ് ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ ടേസ്റ്റുള്ള ഉപ്മാവായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു ഉപ്മാവ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ എന്താ പറയുക, ഉണ്ണിയപ്പവും കഴിക്കാം നമുക്ക്. ബലരാമ ക്ഷേത്രം ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ ഇത് അതിൽപ്പെട്ടതാണ്. ഇത് എന്താ പറയുക, ബലരാമ ക്ഷേത്രം. കണ്ണൻ്റെ ഏട്ടനാണ് ബലരാമൻ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെയാണ് അത്. അവിടെ നിന്ന് ഞാൻ പോയപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലുള്ള ജോലിക്കാർ മുഴുവൻ അവിടെ ഉണ്ട്. അത്രയും വിശേഷ ദിവസമായി കാരണം എല്ലാവരും അവിടെ വന്നിരുന്നു. എല്ലാവരും കണ്ട് അവിടെ വെച്ച് കണ്ണൻ്റെ അനുഗ്രഹവും ബലരാമൻ്റെ അനുഗ്രഹവും എല്ലാ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ നല്ല ടേസ്റ്റുള്ള നമുക്ക് കഴിക്കാം കേട്ടോ. ഓക്കേ, താങ്ക് യു.